വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ഫ്രീ വെബിനാർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെയിൽവേ എക്സാംസിന് എങ്ങനെ ഈസി ആയി നേരിടാം, മാത്സ് ഏറ്റവും ടഫായ സബ്ജക്റ്റായ മാത്സ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്നതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ആയിട്ടുള്ള വിഷ്ണു സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സാർ പ്ലീസ് ജോയിൻ us. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആൻസർ അതിന്റെ കൂടെ തന്നെ അങ്ങ് എഴുതി പോവുക. ആൻസർ റിപ്ലൈ ആയിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോവുക. ഓക്കെ ഓക്കെ അടുത്ത ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. തപസ്, അവി ആൻഡ് ഋഷി ഷെയർഡ് എ കേക്ക്. തപസ് ഹാസ് 1/2 ഓഫ് ഇറ്റ്, ഋഷി ഹാഡ് 1/3 ഓഫ് ആൻഡ് അവി ഹാഡ് ദ റെസ്റ്റ്. വാട്ട് വാസ് അവീസ് ഷെയർ ഓഫ് ദ കേക്ക് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കേക്ക് ഉണ്ട്. ഓക്കെ, ആ കേക്കിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ആ കേക്കിന്റെ 1/2 പാർട്ട് നോക്കുക. 3 ആൾക്കാരാണുള്ളത്. തപസ് ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ടേ, ഋഷി ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്, അവിയുണ്ട് അല്ലെ. അവിയുണ്ട്. ഒരു കേക്കിനെയാണ് പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾക്ക് 3 നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ്. തപസ്സിന് ഈ ഒരു കേക്കിന്റെ 1/2 പാർട്ട് കിട്ടും, ഋഷിക്ക് അതിന്റെ 1/3 പാർട്ട് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ അവി എത്ര പാർട്ട് കിട്ടും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അവിക്ക് എത്ര പാർട്ട് കിട്ടും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. ഇവിടെ 1/2 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കേക്കിനെ 2ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ തപസ്സിന് അതിനകത്ത് 1 കിട്ടും. ഋഷിയുടെ കേസിനകത്ത് 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ആ കേക്കിനെ 3ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. അങ്ങനെയാണ് എങ്കിൽ അവിക്ക് എത്ര കിട്ടും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതായത് മൊത്തം കേക്കിനെ 1ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തപസ്സിന് എത്ര കിട്ടും? ഇവിടെ 1/2 കിട്ടും അല്ലെ. അതായത് ഋഷിക്ക് എത്ര കിട്ടും? 1/3 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 2 കൂടെ കിട്ടുന്നതാവും. അത് 1ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിക്ക് കിട്ടുന്നത് കിട്ടും അല്ലെ. അല്ലെങ്കിൽ അവിയുടെ പോർഷൻ നമുക്ക് കിട്ടും. അപ്പൊ 1 മൈനസ് ഇത് എത്ര കിട്ടും? 3 കൊണ്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, 3 + 2 5, 5/6 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1/6 കിട്ടും അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു 1/6. ഇതാണ് ഇത് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം. എന്ത് ചെയ്യുക? ഒരേ കേക്കിന്റെ തന്നെ 1/2 പാർട്ടാണ് തപസ്സിന് കിട്ടുന്നത്, 1/3 പാർട്ടാണ് ആർക്ക് കിട്ടുന്നത്? ഋഷിക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 1 - 1/2 + 1/3 എത്ര കിട്ടും? 1 - 5/6 വിച്ച് ഈസ് ഈക്വൽ ടു 1/6 പാർട്ടാണ്. ഒരു വേറെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ചോദിക്കുകയാണ് എങ്കിൽ നോക്കണേ, ഇവിടെ രണ്ടിടത്തും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരേ കേക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ ഒരേ കേക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിന്റെ ന്യൂമറേറ്റർ രണ്ടിടത്തും സെയിം ആക്കണം. നമുക്ക് ഒരിക്കലും ഡിനോമിനേറ്റർ രണ്ടിടത്തും സെയിം ആക്കണം. കാരണം ഒരേ കേക്ക് തന്നെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 2 തപസ്സിന്റെ കിട്ടുന്ന ഭാഗത്തിന്റെ ഡിനോമിനേറ്റർ, ഇവിടെ 3. നമുക്കറിയാം ഒരിക്കലും 2നെ 3 ആക്കാൻ പറ്റില്ല, 3നെ 2 ആക്കാനും പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക? 2ന്റെയും 3ന്റെയും കൂടെ LCM എടുക്കുക. 2ന്റെയും 3ന്റെയും കൂടെ LCM എത്രയാണ്? 6 എങ്ങനെയാണ് 6 കണ്ടുപിടിക്കുന്നത്? 2 3 രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. പ്രൈം നമ്പേഴ്സ് ആണ് എങ്കിൽ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ LCM എന്ന് പറയുന്നത്. അപ്പം LCM-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇവിടെ × 3, അപ്പൊ മുകളിലും × 3, ഇവിടെ × 2, ഇവിടെ × 2. അപ്പൊ തപസ്സിന് എത്ര കിട്ടും? 3/6 പാർട്ട് കിട്ടും. ഋഷിക്ക് എത്ര കിട്ടും? 2/6 പാർട്ട്. അപ്പം അവിക്ക് ബാക്കി എത്ര ആണ്? മൊത്തം 6ൽ 2 ഭാഗം തപസ്സിന് കിട്ടി. 6ൽ 3 ഭാഗം തപസ്സിന് കിട്ടി. 6ൽ 2 ഭാഗം ആർക്ക് കിട്ടി? ഋഷിക്ക് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ അവിക്ക് എത്ര ഭാഗമായിരിക്കും കിട്ടുന്നത്? മൊത്തം 6ൽ ബാക്കി 1 ഭാഗം. അപ്പൊ ആൻസർ ഏതാണ്? 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് മനസ്സിലായോ? ഈ 2 മെത്തേഡും കോൺസെപ്റ്റ് മനസ്സിലായോ? 2 മെത്തേഡ് പല മെത്തേഡിൽ ചെയ്യാം. 2 മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ മെത്തേഡ് എടുക്കാം. ഓക്കെ, മനസ്സിലായെങ്കിൽ 1 ഒന്ന് കമന്റ് ഇട്ടേ എല്ലാവരും. ജിത്തു, എന്താണ് ഡൗട്ട്? എന്താടാ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെങ്കിൽ 1 നിന്നിട്ടെ, മനസ്സിലായില്ല എങ്കിൽ 0 നിന്നിട്ടെ. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. പ്രീവിയസ് ഇയർ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എങ്കിലും അത്രയും ഒരു ലെവൽ താൻ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഒരു SSCയുടെ ഒരു CHSL ലെവലിലെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. കാരണം വർഷം തോറും കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ട് എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ക്വസ്റ്റ്യനും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ആ ലെവലിൽ പഠിക്കാൻ നിൽക്കാതെ ഒരു കട്ടമോ അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ല എങ്കിൽ ചിലപ്പോൾ
ക്വസ്റ്റ്യൻസ് ടഫ് ആവാൻ ചിലപ്പം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നിന്നില്ല എന്ന് വരും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും കഴിഞ്ഞ വർഷത്തെ ആ സെയിം ലെവലിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതേക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് ഉയർന്ന് മാത്രം പഠിക്കാൻ നോക്കുക. ഇനി അടുത്ത നോക്കുക, വിച്ച് ഓഫ് ദ നമ്പർ ഫോളോയിങ് നമ്പർ വിൽ ഹാവ് ആൻ ഇറാഷണൽ സ്ക്വയർ റൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇറാഷണൽ സ്ക്വയർ റൂട്ട്. എന്താണ് ഇറാഷണൽ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ? നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടുകളെയാണ് ഇറാഷണൽ സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എല്ലാം ഇറാഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ √3 ഒരു ഇറാഷണൽ ആണ് അല്ലെ? കാരണം അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. √5 ഒരു ഇറാഷണൽ ആണ്, അല്ലെങ്കിൽ √18 ഒരു ഇറാഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തിൽ ഏതാണ് ഒരു ഇറാഷണൽ സ്ക്വയർ റൂട്ട്, അതായത് ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഏതാണേ ഇതിനകത്തിൽ ഏതാണ്? പെട്ടെന്നൊന്ന് കമന്റ് ഇട്ടെ. ഇതിനകത്തിൽ ഏതാണ് ഒരു ഇറാഷണൽ സ്ക്വയർ റൂട്ട്, അതായത് ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ഇതിനകത്ത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മക്കളെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇറാഷണൽ ആണോ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു നമ്പർ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അതോ ഒരു ഇംപെർഫെക്റ്റ് സ്ക്വയർ ആണോ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു നമ്പർ അവസാനിക്കുന്നത് 1 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 9. എന്താണ്? ഒരു നമ്പർ അവസാനിക്കുന്നത് 1, 4, 5, 6 ആണ്. 5, 6, 9. 1, 4, 5, 6, 9. ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ആണ് എങ്കിൽ അതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ? എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതല്ല 2-ൽ അവസാനിക്കുന്നു, 3-ൽ അവസാനിക്കുന്നു, 7-ൽ അവസാനിക്കുന്നു, 8-ൽ അവസാനിക്കുന്നു, ഇതിനകത്തിലൊക്കെയാണ് അവസാനിക്കുന്നതെങ്കിൽ എന്താണ്? ഡെഫിനറ്റ്ലി അതെന്തായിരിക്കൂടാ? ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും? ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഒരു നമ്പർ 1, 4, 5, 6, 9-ൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. എന്നാൽ അത് അവസാനിക്കുന്നത് 2-ലോ 3-ലോ 7-ലോ 9-ലോ ആണ്, 2-ലോ 3-ലോ 7-ലോ 8-ലോ ആണ് എങ്കിൽ അതെന്താണ്? ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം അത് നോക്കുക. ഇതിനകത്ത് അവസാനിക്കുന്നതെല്ലാം തന്നെ 1-ലും 4-ലും 5-ലും 6-ലും 9-ലും ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിലാണോ എന്ന് നോക്കുക. ഇതാണ്. പിന്നെ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 2, 0, 4, 8. 8-ലാണ് അവസാനിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ റിക്വയർഡ് ആൻസർ ഏതാണ്? 2, 0, 4, 8 ആണ്. ഇനി അങ്ങനെ തന്നെ തരണമെന്നില്ല. അവിടെ 4-ന് പകരം അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 തരാം, അല്ലെങ്കിൽ ഒരു 1 തരാം, അല്ലെങ്കിൽ ഒരു 9 തരാം, അല്ലെങ്കിൽ ഒരു 5 തരാം. അപ്പൊ എങ്ങനെ മനസ്സിലാക്കും? മക്കളെ, എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെത്തേഡാണ് ദാണ്ട ഇത്, അല്ലെങ്കിൽ ഒരു റൂള് മാത്രമേ നമുക്കായിട്ടുള്ളൂ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് റൂള് മാത്രമേ നമുക്കായിട്ടുള്ളൂ. എന്താണ്? ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ എൻഡ് ചെയ്യുന്ന നമ്പർ 1-ലോ 4-ലോ 6-ലോ 9-ലോ ആയിരിക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ അവസാനിക്കുന്നത് 1-ലോ 4-ലോ 5-ലോ 6-ലോ 9-ലോ ആണ് എങ്കിൽ ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. നമ്മൾ പഠിച്ചു. ഇനി അങ്ങനെ അവസാനിക്കുന്ന എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നുണ്ടോ? ഇല്ല. 1-ലും 4-ലും 5-ലും 6-ലും 9-ലും അവസാനിക്കുന്ന ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്. അതൊന്നും ഒരിക്കലും എല്ലാ തവണയും അത് പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നില്ല. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ ഈ നമ്പേഴ്സിൽ അവസാനിക്കണം എന്ന് മാത്രമേ നമ്മുടെ പറയുന്നു. അടുത്ത ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സിന്റെ ഡിജിറ്റൽ റൂട്ട്. എന്താണ്? നമ്പേഴ്സിന്റെ ഡിജിറ്റൽ റൂട്ട്. എന്താണ് മക്കളെ ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് കൂട്ടിയെടുക്കുക. നമ്പേഴ്സ് എന്ത് ചെയ്യുക? അതായത് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഡിജിറ്റുകൾ കൂട്ടുക. ഡിജിറ്റുകൾ കൂട്ടുമ്പോൾ ഡിജിറ്റുകൾ കൂട്ടി, ഫോർ എക്സാമ്പിൾ 2 + 4 6, 6 + 8 14, 14-ലെ വീണ്ടും 1 + 4 5 എന്ന് കിട്ടി അല്ലെ? അതിനെയാണ് ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിലെ എല്ലാ ഡിജിറ്റുകളെയും നമ്മൾ കൂട്ടിയെടുക്കുന്നു, എന്നിട്ട് അതിനെ ഒരു സിംഗിൾ, അതായത് ഒറ്റ ഡിജിറ്റ് നമ്പറായിട്ട് മാറ്റുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. ഒരു നമ്പറിന്റെ ഡിജിറ്റൽ റൂട്ട് 1, 4, 7, 9 ഇതിനകത്തിൽ ഏതെങ്കിലും ഒന്ന് ആകണം. എന്തിനു വേണ്ടിയിട്ട്? പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ. ഒരു നമ്പറിന്റെ ഡിജിറ്റൽ റൂട്ട് എന്താകണം? 1, 4, 7, 9 ആയിരിക്കണം. കമ്പൽസറി ആയിട്ട് 1, 4, 7, 9 ആയിരിക്കണം ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ എന്ത്? ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തത്. ഒന്നാമത്തെ റൂൾ എന്താണ്? അവസാനിക്കുന്നത് 1, 4, 5, 6, 9-ലാണോ എന്ന് നോക്കുക. രണ്ടാമത് അങ്ങനെയാണ് എങ്കിൽ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഡിജിറ്റൽ റൂട്ട് 1, 4, 7, 9 ഇതിൽ ഏതെങ്കിലും ഒന്നിലാണോ അവസാനിക്കുന്നത്. അതിനുശേഷം പിന്നീട് നോക്കേണ്ടത് 5-ലാണ് ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ എന്താണ് മക്കളെ? ഇതാണ് റൂൾ 1. ഇത് റൂൾ 1 ആണ്. ഇതെന്താടാ? റൂൾ 2 ആണ്.
ഇനി അടുത്തത് റൂൾ 3 ആണ് പറയാൻ പോകുന്നത്. റൂൾ 3 പല നമ്പേഴ്സിനും പലതാണ്. 5-ലാണ് ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്തായിരിക്കണം? ഓൾവേസ് 2 ആയിരിക്കണം. 5-ലാണ് അവസാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 3125 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 3125 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3225 അല്ല, 625 നോക്കാം. 625 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം എന്താണ്? നോക്കടാ, 5-ന്റെ തൊട്ടിപ്പുറത്ത് 2-ലാണ് അവസാനിക്കുന്നത്. ഓക്കെ, 5-ന്റെ തൊട്ടിപ്പുറത്ത് എന്തിലാണ് അവസാനിക്കുന്നത്? 2-ലാണ് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ 1225 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇവിടെ എന്തിലാണ് അവസാനിക്കുന്നത്? 2-ലാണ് അവസാനിക്കുന്നത് അല്ലെ. അതായത് 5-ലാണ് ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്തെ നമ്പർ എന്തായിരിക്കണം? കമ്പൽസറി ആയിട്ട് 2 ആയിരിക്കണം. 5-ന്റെ കേസാണ് പറയുന്നത്. ഇനി 6-ലാണ് ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ എന്താണ്? 6-ലാണ് ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ ഇവിടെ കിടക്കുന്ന നമ്പർ ഓൾവേസ് ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. 10th പൊസിഷനിൽ വരുന്ന നമ്പർ എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. ഇഫ് ദ നമ്പർ എൻഡ്സ് ഇൻ 6. ഫോർ എക്സാമ്പിൾ 36 എടുക്കുന്നു, 256 എടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം എന്തിലാണ് അവസാനിക്കുന്നത്? 6-ലാണ് അവസാനിക്കുന്നത്. അപ്പൊ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. ഇനി അവസാനിക്കുന്നത് ബാക്കിയുള്ള നമ്പർ 1 അല്ലെങ്കിൽ 4, 9, 1, 4, 9 ഇതിൽ ഏതെങ്കിലുമാണ് അവസാനിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ ഓൾവേസ് എന്തായിരിക്കണം? അവിടെ ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 81 1-ലാണ് അവസാനിക്കുന്നത്. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ് അല്ലെ. അല്ലെങ്കിൽ 144 4-ലാണ് അവസാനിക്കുന്നത്. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. ഇത്രയുമാണ് ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഈ 3 റൂളുകളാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് 1, 4, 5, 6, 9 അവസാനിക്കണം. അങ്ങനെ ഉള്ള നമ്പേഴ്സ് മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആവുകയുള്ളൂ. ഇനി അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ റൂട്ടുകൾ എത്രയായിരിക്കണം? ഒന്നെങ്കിൽ 1 ആയിരിക്കണം, അല്ലെങ്കിൽ 4 ആയിരിക്കണം, അല്ലെങ്കിൽ 7 ആയിരിക്കണം, അല്ലെങ്കിൽ 9 ആയിരിക്കണം. ഇതും ശരിയാണെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? 5-ലാണ് അവസാനിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ 10th പൊസിഷനിലെ നമ്പർ, അതിനെ പെനൾട്ടിമേറ്റ് നമ്പർ എന്ന് പറയും. ഓക്കെ, അത് എത്രയായിരിക്കണം? 2 ആയിരിക്കണം. ഇനി 6-ലാണ് അവസാനിക്കുന്നതെങ്കിലോ ഡെഫിനറ്റ്ലി അത് ഒരു ഓഡ് ആയിരിക്കണം. ഇനി 1, 4, 9-ലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് ഡെഫിനറ്റ്ലി എന്തായിരിക്കണം? പെനൾട്ടിമേറ്റ് നമ്പർ അല്ലെങ്കിൽ 10th പൊസിഷനിലെ നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഈ 3 റൂളുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ 3 റൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വന്നിട്ടേക്കാം. അതിന്റെ പെട്ടെന്ന് എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അപ്പൊ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇറാഷണൽ സ്ക്വയേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ ഇറാഷണൽ സ്ക്വയർ ഏതാണ്? 2048 ആണ്. ഇവിടുത്തെ ഇറാഷണൽ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? 2048 ആണ്. ഓക്കെ, ഒറ്റ റൂൾ വെച്ച് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ റൂൾ വെച്ച് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം മക്കളെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേ. ഒരു അഡ്വാൻസ്ഡ് മാത്സില് ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പെട്ടെന്ന് കിട്ടിയോ മക്കളെ? ഇവിടെ ശ്രദ്ധിക്കടാ. ഇതാണേ, ഇത് ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കുക, ഇവിടെ പറയുന്നത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് AB എന്ന് പറയുന്ന കോഡ് DE എന്ന് പറയുന്ന ഒരു ടാൻജന്റിനെ D എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. AB എന്ന് പറയുന്ന ലെന്ത്, അതായത് AB എന്ന് പറയുന്ന ഈ ലെന്ത് 12 സെന്റിമീറ്റർ ആണ്. DE എന്ന് പറയുന്നതായിട്ട് ഈ ടാൻജന്റിന്റെ ലെന്ത് 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ BD എന്ന് പറയുന്ന ലെന്ത് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? BD എന്ന് പറയുന്ന ലെന്ത് ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. മക്കളെ, ഒരു സർക്കിൾ നമ്മൾ എടുക്കും. ആ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ എടുക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ എടുക്കും. ആ പർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു സിംഗിൾ പോയിന്റിലൂടെ, ഒരു സർക്കിളിന്റെ ഒരു സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ടാൻജന്റ് ലൈൻ എന്ന് വിളിക്കും. എന്താണ് മക്കളെ? ടാൻജന്റ് ലൈൻ. അതായത് ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിലെ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈനിനെ നമ്മൾ ടാൻജന്റ് ലൈൻ എന്ന് വിളിക്കും. ഇനി ആ സിംഗിൾ പോയിന്റിൽ നിന്നും ഒരു സിംഗിൾ പോയിന്റ്, അപ്പൊ ഞാൻ രണ്ടിനും ഒരു സെയിം സിംഗിൾ പോയിന്റ് ആയിട്ട് എടുക്കുവാണ്, ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ലൈൻ, ഏതെങ്കിലും 2 പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ലൈൻ.
അതിനെ വിളിക്കുന്ന പേരാണ് സീക്കന്റ് ലൈൻ എന്ന് വിളിക്കും. ടാൻജന്റും സീക്കന്റ് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ടാനും സീക്കും തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാൻജന്റും സീക്കന്റും. ഇപ്പൊ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്നു. സീക്കന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റുകളിലൂടെ കടന്നു പോകും. അതിനെയാണ് നമ്മൾ സീക്കന്റ് ലൈൻ എന്ന് പറയുന്നത്. നോക്കുക, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിൽ നിന്നും കടന്നു പോകുന്ന ടാൻജന്റ് ലൈനാണ് എ സി. എ സി എന്ന് പറയുന്നത് ടാൻജന്റ് ലൈനാണ്. ഇനി എ ബി എന്ന് പറയുന്ന ഒരു സീക്കന്റ് ലൈൻ ഉണ്ട്. അത് സർക്കിളിനെ കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ ഡി എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലുമാണ് എന്ത് ചെയ്യുന്നത്? അതാ സർക്കിളിൽ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരു റിസൾട്ടായിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ ടാൻജന്റ് ലൈൻ ഉണ്ടല്ലോ, ടാൻജന്റ് ലൈൻ ഏതാണ്? എ സി ആണ് അല്ലെ? എ സി. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, എ സി എന്ന് പറയുന്ന ടാൻജന്റിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സീക്കന്റിന്റെ ലെന്താണ്? സീക്കന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ടുള്ള എയിൽ നിന്നും ബി വരെയുള്ള ലെന്തിനെയാണ് നമ്മൾ അതിന്റെ സീക്കന്റിന്റെ ലെന്ത് എന്ന് പറയുന്നത്. അപ്പൊ സീക്കന്റിന്റെ ലെന്ത് എത്രയാണ്? എ ബി ഇൻറ്റു ആ സീക്കന്റ് ലൈനിന്റെ എക്സ്റ്റേണൽ പോർഷൻ ഏതാണ്? ഇവിടെ എ ഡി ആണ് അല്ലെ? അപ്പം എ ഡി. അപ്പം എ സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാടാ? എ ബി ഇൻറ്റു എ ഡി എന്ന് എഴുതാം. എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ, എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജന്റ് ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്കന്റ് ആണ്. എ ഡി എന്ന് പറഞ്ഞാൽ ആ സീക്കന്റിന്റെ എക്സ്റ്റേണൽ പോർഷൻ ആണ്. അപ്പൊ എ സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? എ ബി ഇൻറ്റു എ ഡി എന്ന് നമുക്ക് എഴുതാം. കോൺസെപ്റ്റ് മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? മാത്സിലെ ജോമെട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ണം കമന്റ് ഇട്ടേടാ. എല്ലാവരും മനസ്സിലായെങ്കിൽ വണ്ണം കമന്റ് ഇട്ടെ. മനസ്സിലായില്ല എങ്കിൽ 0 കമന്റ് ഇട്ടെ. പെട്ടെന്ന് ആവട്ടെ. കാരണം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇത് മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മക്കളെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതേ മോഡൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ഈ ബി ഡി എന്ന് പറയുന്ന ഈ ഒരു ലെന്താണ് അല്ലെ? എന്താണ് ബി ഡി എന്ന് പറയുന്ന ഈ ഒരു ലെന്താണ്. നമുക്കറിയാം ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ടാൻജന്റ് ഏതാണ്? ഡിഇ ആണ് അല്ലെ? ടാൻജന്റ് ഏതാണ്? ഡിഇ. അപ്പൊ ഡിഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഡി എ ആണ് അല്ലെ? ബി ഡി ഇൻറ്റു ഡി എ. ഡി എ എന്ന് പറയുന്നത്, അതായത് മൊത്തം സീക്കന്റിന്റെ ലെന്ത് ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാടാ? ബി ഡി പ്ലസ് എ ബി എന്ന് എഴുതാം അല്ലെ? ബി ഡി പ്ലസ് എ ബി. ബി ഡി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എ ആണ്. ബി ഡി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എ ആണ്. അപ്പൊ ഡി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഡി എ. ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബി പ്ലസ് ബി എ ആണ്. അപ്പൊ ഡി ഇ സ്ക്വയർ, അപ്പൊ ഡി ഇ എന്ന് പറഞ്ഞാൽ ഡിയുടെ സ്ക്വയർ, അപ്പം 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഡി നമുക്ക് അറിയത്തില്ല, അവിടെ കിടക്കട്ടെ, ഇൻറ്റു ബി ഡി പ്ലസ് എ ബി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ് അല്ലെ? എത്രയാണ്? 12 സെന്റിമീറ്റർ. മക്കളെ ഇവിടെ നോക്കടാ, 8 സ്ക്വയറിന്റെ വാല്യൂ 64 which is equal to ബി ഡി ഇൻറ്റു ബി ഡി പ്ലസ് 12. ബി ഡി ഇൻറ്റു ബി ഡി പ്ലസ് 12. അപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ ഒന്നും സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ട, നമുക്കത് ഈ ഓപ്ഷൻസിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്തിടാം. നോക്കണേ, ഇവിടെ ഈ ഓപ്ഷനിൽ നിന്നും ഏത് വാല്യൂ ബി ഡിക്ക് കൊടുത്താലാണ് നമുക്ക് ദാണ്ടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ വാല്യൂ എനിക്ക് 64 എന്ന് കിട്ടുന്നു. ഏതാണ്? റൈറ്റ് ഹാൻഡ് സൈഡിന്റെ വാല്യൂ എനിക്ക് 64 എന്ന് കിട്ടണമെങ്കിൽ ഈ ബി ഡിക്ക് ഇതിനകത്തിൽ കിടക്കുന്ന ഏത് വാല്യൂ കൊടുക്കണമെന്ന് നോക്കുക. 5 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 17 ഇൻറ്റു 5 എന്ന് വരും അല്ലെ? ബി ഡിയുടെ വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് 17, പുറത്ത് 5. 5 ഇൻറ്റു 17 എന്ന് വരും. അപ്പൊ അത് വരില്ല. 4 കൊടുത്തു കഴിഞ്ഞാലോ അകത്ത് 4 പ്ലസ് 12 16, പുറത്ത് 4. ഇപ്പൊ 16 ഇൻറ്റു 4 64. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി ഡിയുടെ വാല്യൂ എത്ര കിട്ടിയടാ? 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നമുക്ക് ആ ഓപ്ഷനിൽ കിടക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തോട് അങ്ങ് എടുത്തിട്ട് കൊടുത്ത് നോക്കുക, ഏത് വാല്യൂവിനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ എത്ര കിട്ടും? 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? അപ്പൊ അത് നോക്കി വെച്ചിരിക്കും. അപ്പം
ജോമെട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അതിനകത്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് പോകാതെ തന്നെ ഓപ്ഷൻസിനകത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു വാല്യൂ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ, മറന്നു പോകരുത്. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്ക് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ പെട്ടെന്ന് ഫസ്റ്റ് ആയിട്ട്. വർക്ക് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഫസ്റ്റ് ആയിട്ട് പെട്ടെന്ന്. വർക്ക് ആൻഡ് ടൈം അല്ല, പൈപ്പ് ആൻഡ് സിസ്റ്റമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് തന്നെയാണ്. എന്താണ് ഇതാ ഇതിനകത്ത് പറയുന്നത്? അറിയാവുന്നവർ ആൻസർ എഴുതിക്കോളൂ കേട്ടോ. എടാ മക്കളെ, ഇതിനകത്ത് പറയുന്നത് നോക്കുക. ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിനകത്ത് 3 ടാങ്കേഴ്സ് ഉണ്ട്. എയും ബിയും സിയും എന്നിങ്ങനെ 3 ടാങ്കേഴ്സ് ഉണ്ട്. ആ ടാങ്കേഴ്സ് 3ഉം കൂടെ ചേർന്ന് വർക്ക് ചെയ്തപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 10 മണിക്കൂർ. പിന്നെ പറയുന്നുണ്ട് ടാങ്കർ സി എന്ന് പറയുന്നത് ടാങ്കർ ബിയുടെ ഇരട്ടി ഫാസ്റ്റിൽ വർക്ക് ചെയ്യും. ടാങ്കർ ബി എന്ന് പറയുന്നത് ടാങ്കർ എയെക്കാട്ടിലും ഇരട്ടി സ്പീഡിൽ വർക്ക് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ എ എന്ന് പറയുന്ന ടാങ്കർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ആ സ്വിമ്മിംഗ് പൂളിനെ എത്ര മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മൊത്തം എത്ര മണിക്കൂർ കൊണ്ട് ആ ടാങ്കിനെ ഫില്ല് ചെയ്യാൻ പറ്റും എ എന്ന് പറയുന്ന ടാങ്കർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്, അതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ നോക്കടാ. അതായത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിലേക്ക് 3 ടാങ്കേഴ്സ് ആണ് വരുന്നത്. 3 ടാങ്കേഴ്സ് ആണ് നമുക്ക് വരുന്നത്. എ എന്ന് പറയുന്ന ഒരു ടാങ്കർ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ടാങ്കർ ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു ടാങ്കർ ഉണ്ട്. ഈ ടാങ്കേഴ്സ് എല്ലാം കൂടി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 10 മണിക്കൂർ. ഞാൻ കൂടെ ഒന്നിച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ 10 മണിക്കൂർ കൊണ്ട് ഇത് ഫില്ലാവും. അങ്ങനെയാണ് എങ്കിൽ പറയുന്ന കണ്ടീഷൻ ഇതാണ്. ടാങ്കർ സി ബിയെക്കാട്ടിലും ഇരട്ടി ഫാസ്റ്റ് ആണ്. അതായത് ബി 2 മണിക്കൂർ എടുക്കുമ്പോൾ അതിന്റെ പകുതി സമയം മാത്രമേ എന്തെടുക്കത്തുള്ളൂ? സി എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ബി 1 ലിറ്റർ 1 മിനിറ്റിൽ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് സി എത്ര ഫില്ല് ചെയ്യും? അതിന്റെ ഇരട്ടി 2 ലിറ്റർ ഫില്ല് ചെയ്യും. അതുപോലെ തന്നെയാണ് ബിയും സി. അങ്ങനെയാണ് എങ്കിൽ എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ എത്ര സമയം കൊണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളത് ചോദിച്ചത്. ഇവിടെ എ എന്ന് പറയുന്ന ടാങ്കർ ഉണ്ട്, ബി എന്ന് പറയുന്ന ടാങ്കർ ഉണ്ട്, സി എന്ന് പറയുന്ന ടാങ്കർ ഉണ്ട്. അദ്ദേഹത്തിൽ പറയുന്നുണ്ട് ബി ഈസ് twice as fast as എ. എന്താണ്? ബി എന്ന് പറയുന്നത് എയുടെ ഇരട്ടി ഫാസ്റ്റ് ആണ്. അതായത് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എ 1 യൂണിറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ബി അതിന്റെ ഇരട്ടി 2 യൂണിറ്റ് ഫില്ല് ചെയ്യും. എന്താണ്? എ 1 യൂണിറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ബി അതിന്റെ ഇരട്ടി 2 യൂണിറ്റ് ഫില്ല് ചെയ്യും. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ടാങ്കർ സി ഈസ് twice as fast as ബി. അതായത് ടാങ്കർ സി എന്ന് പറയുന്നത് ബിയെക്കാട്ടിലും ഇരട്ടി ഫാസ്റ്റ് ആണ്. അതായത് ടാങ്കർ ബി 2 യൂണിറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ടാങ്കർ സി അതിന്റെ ഇരട്ടി 4 യൂണിറ്റ് ഫില്ല് ചെയ്യും. ടാങ്കർ സി എത്ര യൂണിറ്റ് ഫില്ല് ചെയ്യുന്നു? മൊത്തം 4 യൂണിറ്റ് ഫില്ല് ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ മൊത്തം 1 മണിക്കൂറിൽ മൊത്തം ഇത് 10 മണിക്കൂറിന് കണക്കാണ് പറയുന്നത്. 1 മണിക്കൂറിൽ എത്ര ഭാഗം ഫില്ല് ചെയ്യൂടാ? എ 1 ഭാഗം ഫില്ല് ചെയ്യുന്നു, ബി അതിന്റെ ഇരട്ടി 2 ഭാഗം ഫില്ല് ചെയ്യുന്നു, സി അതിന്റെ ഇരട്ടി 4 ഭാഗം ഫില്ല് ചെയ്യുന്നു. മൊത്തം 7 ഭാഗം ഫില്ല് ചെയ്യുന്നു. എത്ര മണിക്കൂർ കൊണ്ട്? 1 മണിക്കൂർ കൊണ്ട്. അങ്ങനെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? ഇത് 3ഉം കൂടി 10 മണിക്കൂർ. അങ്ങനെ മൊത്തം എത്ര മണിക്കൂർ? 10 മണിക്കൂർ. അങ്ങനെയാണ് എങ്കിൽ 70 അല്ലയോ അവിടുത്തെ ടാങ്കിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ ടോട്ടൽ കപ്പാസിറ്റി? എന്താണ്? മൊത്തം എയും ബിയും സിയും കൂടി 1 മണിക്കൂറിൽ ടാങ്കിന്റെ 7 ഭാഗം ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10 മണിക്കൂറിൽ മൊത്തം ടാങ്കിന്റെ കപ്പാസിറ്റി ആയിട്ടുള്ള 70 ഭാഗം ഫില്ല് ചെയ്യും. നമ്മളിത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. ഈ എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ ഈ 70 ഭാഗം ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കും? നോക്കടാ, 70 ഭാഗമാണ് അല്ലെങ്കിൽ 70 ലിറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക മൊത്തം സ്വിമ്മിംഗ് പൂളിന്റെ കപ്പാസിറ്റി. എ എന്ന് പറയുന്ന ടാങ്കർ 1 മണിക്കൂറിൽ 1 ഭാഗമാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം എ എന്ന് പറയുന്ന ടാങ്ക് എടുക്കുന്ന സമയം മൊത്തം 70 ലിറ്റർ. 1 മണിക്കൂറിൽ 1 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറാടാ? 70 മണിക്കൂർ. ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാടാ? ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? വളരെ പെട്ടെന്ന് കമന്റ് ഇട്ടേ. നമ്മൾ വർക്ക് ആൻഡ് ടൈമിനകത്ത് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. വർക്ക് ആൻഡ് ടൈം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഏതാണ്? നമ്മുടെ പൈപ്പ് ആൻഡ് സിസ്റ്റമിനകത്തിൽ വരുന്ന പ്രോബ്ലം ആണ്. ക്ലിയർ ആണോ? അത്
മനസ്സിലാവാത്തവർ 0 എന്ന് പറഞ്ഞേ. മനസ്സിലാവാത്തവർ 0 എന്ന് പറഞ്ഞേ. പെട്ടെന്ന് നടന്നോടെ. ക്ലിയർ ആണല്ലോ അല്ലെ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? Which of the number given below gives the square root of 76? 15376. 15376 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 15376 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആൻസർ പെട്ടെന്നൊന്ന് എഴുതേ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ പെട്ടെന്നൊന്ന് എഴുതേ ഫാസ്റ്റ് ആയിട്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ പെട്ടെന്നൊന്ന് എഴുതേ. ഏത് കിട്ടി? 124 കിട്ടി അല്ലെ? നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും നോക്കാം. എടാ മക്കളെ ഇവിടെ നോക്കുക. 15376 സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരെണ്ണത്തിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 അതായത് 6ൽ അവസാനിക്കുന്നു, 5ന്റെ സ്ക്വയർ 25 5ൽ അവസാനിക്കുന്നു, 1ന്റെ സ്ക്വയർ 1ൽ അവസാനിക്കുന്നു, 2ന്റെ സ്ക്വയർ 4ൽ അവസാനിക്കുന്നു, 3ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കുന്നു, 4ന്റെ സ്ക്വയർ 6ൽ അവസാനിക്കുന്നു, 5ന്റെ സ്ക്വയർ 25ൽ അവസാനിക്കുന്നു, 6ന്റെ സ്ക്വയർ 36 6ൽ അവസാനിക്കുന്നു, 7ന്റെ സ്ക്വയർ 49 9ൽ അവസാനിക്കുന്നു, 8ന്റെ സ്ക്വയർ 64 4ൽ അവസാനിക്കുന്നു, 9ന്റെ സ്ക്വയർ 81 1ൽ അവസാനിക്കുന്നു, 10ന്റെ സ്ക്വയർ 100 0ൽ അവസാനിക്കുന്നു. 10 വേണ്ട, നമുക്ക് 9 വരെയുള്ള മാത്രം മതി. നമുക്കറിയാം എല്ലാ സംഖ്യകളും നിർമ്മിച്ചിരിക്കുന്നത് 1 മുതൽ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് കൊണ്ടാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ നമ്പേഴ്സിന്റെയും സ്ക്വയറുകൾ അവസാനിക്കുന്നത് ഈ പറയുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. ഏതൊക്കെയാണ്? 1ലോ 4ലോ 5ലോ 6ലോ 9ലോ ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും എല്ലാ നമ്പേഴ്സിന്റെയും സ്ക്വയർസ് അവസാനിക്കും. നമ്മൾക്ക് പറഞ്ഞേക്കുന്നത് 15376 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിക്കാൻ ഈസി മെത്തേഡാണ്. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് അങ്ങ് എടുക്കുക. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 76 അവസാനിക്കുന്നത് 6ലാണ്. നമുക്കറിയാം ഏതൊക്കെ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് 6ൽ അവസാനിക്കുന്നത്? 4ന്റെ സ്ക്വയറും 6ൽ അവസാനിക്കുന്നു, 6ന്റെ സ്ക്വയറും 6ൽ അവസാനിക്കുന്നു അല്ലെ? അപ്പൊ മനസ്സിലായി, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 4 ആകാം അല്ലെങ്കിൽ 6 ആകാം. ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ആദ്യം ചെറിയ വാല്യൂ എഴുതുക, അതിനുശേഷം വലിയ വാല്യൂ എഴുതുക. അതായത് 15376 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ആ നമ്പർ ഒന്നെങ്കിൽ അവസാനിക്കുന്നത് 4ലാണ് അല്ലെങ്കിൽ അവസാനിക്കുന്നത് 6ലാണ്. ഏതിനാണ് നമുക്കറിയത്തില്ല. ഇനി തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന നമ്പറാണ് നമുക്ക് വേണ്ടത്. ഒരു നമ്പർ ആകാം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആകാം. ബാക്കി ഇനിയുള്ള നമ്പർ ഏതാണ്? 153 ആണ് അല്ലെ? ഇതാണ് 153. 153 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനിടയിൽ കിടക്കുന്നു എന്ന് നോക്കൂ. 153 എന്ന് പറയുന്നത് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനിടയിൽ കിടക്കുന്നു? 12 സ്ക്വയർ ആയ 144നും 13 സ്ക്വയർ ആയിട്ടുള്ള 169നും ഇടയിലാണ് എന്ത് കിടക്കുന്നത്? 153 കിടക്കുന്നത്. എന്താണ്? ആദ്യം നമ്മൾ അവസാനത്തെ 2 ഡിജിറ്റായ 76നെ അങ്ങോട്ട് മാറ്റി 6ലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് 6ൽ അവസാനിക്കുന്നത് കൊണ്ട് സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ കിട്ടുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആകാം അല്ലെങ്കിൽ 6 ആകാം. അതെങ്ങനെ മനസ്സിലായി നോക്കുക. 4 സ്ക്വയർ 16 6ൽ അവസാനിക്കുന്നു, 6ന്റെ സ്ക്വയറും 6ൽ അവസാനിക്കുന്നു. അപ്പോ പിന്നെ എടുക്കേണ്ട എന്താണ്? നമ്മൾ ബാക്കി വിട്ട 153 അത് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനിടയിൽ കിടക്കുന്നു എന്ന് നോക്കുക. 153 12 സ്ക്വയർ ആയ 144ന്റെയും 13 സ്ക്വയർ ആയ 169ന്റെയും ഇടയിൽ കിടക്കുന്നു. അപ്പൊ 153നെക്കാട്ടിലും ചെറിയ നമ്പർ 144. അതിന്റെ റൂട്ട് 12. അപ്പൊ ഇവിടെ ഏത് വരും? 12 വരും. എന്താണ്? 153നെക്കാട്ടിലും ചെറിയ നമ്പർ 144, അതിന്റെ സ്ക്വയർ റൂട്ട് 12. അപ്പൊ 12 ഇതായി ഇവിടെ എഴുതി. പിന്നെ വരേണ്ടത് യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണോ 6 ആണോ? അതാണ് നമുക്ക് ഡൗട്ട്. യൂണിറ്റ് ഡിജിറ്റ് 6 ആണോ 4 ആണോ? ഇനി നമ്മൾ നോക്കേണ്ടത്
ഈ 153 അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാണ്? 144 ആണോ 169 ആണോ എന്ന് നോക്കുക. 153 നിന്നും 169 16ന്റെ ദൂരമുണ്ട്. 153 നിന്നും 144 9ന്റെ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ ദൂരക്കുറവ് എങ്ങോട്ടേക്കാ? 144 144 കിടക്കുന്നത് എവിടെയാണ്? മോളിലാണ്. മോളിൽ കിടക്കുന്നത് ഇവിടെ ഏതാണ്? 4ആണ്. അപ്പം ഏതാണ് സ്ക്വയർ റൂട്ട്? 124. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടെ? നിങ്ങളെ കോൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് മനസ്സിലായോ? ക്ലിയർ ആണോടെ എല്ലാവർക്കും? പെട്ടെന്ന് കമന്റ് ഇട്ടേ, പെട്ടെന്ന് കമന്റ് ഇട്ടേ ഒന്ന് ഫസ്റ്റ് ആയിട്ട്. പെട്ടെന്ന് കമന്റ് ഇട്ടോ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ആദ്യത്തെ 2 ഡിജിറ്റ് മാറ്റി എടുക്കുക, അവസാനിക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ആ പർട്ടിക്കുലർ നമ്പർ അവസാനിക്കുന്നതിനകത്ത് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് അതിനകത്ത് അവസാനിക്കുന്നതെന്ന് നോക്കുക. ആ നമ്പേഴ്സ് ആയിരിക്കും അവിടെ എന്ത് വരുന്നത്? യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയറുകൾക്കിടയിൽ കിടക്കുന്നു നോക്കുക. ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഫോളോ ചെയ്യും. ഇതാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് ഏത് നമ്പേഴ്സിനകത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് 5 അല്ലെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഒരു പരുവായന് 2 മിനിറ്റ് എടുത്താലും 3 മിനിറ്റ് എടുത്താലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടത്തില്ല. ഈ ഒരു ആൻസർ നമുക്ക് ഒരു 10 സെക്കൻഡ് മാക്സിമം ഒരു 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ശരി, നമുക്കെങ്കിൽ മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.